I don't think so. No, 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 no. I don't think so. No, 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 no. It's never, ever, 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 ever gonna happen. ഹായ് നമസ്കാരം കേട്ടോ. ഞാൻ എന്നെ വെയിറ്റ് ചെയ്ത് രണ്ട് ബ്ലോഗർമാർ, കേരളത്തിലെ നല്ല രണ്ട് ബ്ലോഗർമാരാണ്. ആ രണ്ട് ബ്ലോഗർമാർ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. എന്നെ വെയിറ്റ് ചെയ്യുന്നത് എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ഗാരേജിൽ കൊണ്ടിറക്കാൻ വേണ്ടിയിട്ടാണ്. ഇദ്ദേഹം അതെ KSRTC ഗാരേജിൽ കണ്ണൂരിലേക്ക് പോകണം. അപ്പോൾ ഇദ്ദേഹം ഇവിടെ ക്യാമ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പിന്നെ ക്യാമറ ചെയ്യുന്നത് ആരാച്ചാൽ നമ്മുടെ പണിക്കാരൻ യൂട്യൂബറാണ്. ഇദ്ദേഹം സോളോ ക്യാമ്പിംഗ് 14 സോളോ ട്രാവൽ ക്യാമ്പിംഗ് ഞാൻ പറഞ്ഞുതരാം. സോളോ ട്രാവൽ ക്യാമ്പിംഗ് KL 14. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുക. സോളോ ട്രാവൽ ക്യാമ്പിംഗ് KL 14. അതാണ് എൻ്റെ യൂട്യൂബ് ചാനൽ നെയിം. അപ്പോൾ ഞാൻ കാസർഗോഡാണ്. ഇദ്ദേഹം കേരളമല്ല ഇന്ത്യ ഒട്ടക്ക് യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പോൾ വളരെ നല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട്. എനിക്ക് ഭയങ്കര ഇദ്ദേഹത്തിനെ ഞാൻ എന്താ പറയുക, ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ഒക്കെ കണ്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം നമ്മുടെ ഈ വയനാട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇദ്ദേഹത്തിന് ഇവിടുന്ന് ഒരുപാട് വീഡിയോസ് ചെയ്യണമെന്നൊരു ആഗ്രഹം പറഞ്ഞു. നമ്മുടെ പണിക്കാരൻ യൂട്യൂബർ ആണ് ക്യാമറ ചെയ്യുന്നത്. അദ്ദേഹം കൂടെ ഉണ്ട് കേട്ടോ. ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഇവിടെ ക്യാമ്പ് ചെയ്തിട്ട് സുഹൃത്തായിട്ടുള്ള നമ്മുടെ പണിക്കാരൻ യൂട്യൂബറോട് ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ക്യാമറ ഞാനൊന്ന് വാങ്ങി പിടിച്ചോട്ടെ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ട് ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ കാണുന്നത് പോലെ തന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസ് അദ്ദേഹം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീഡിയോസ് ഒന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവും. നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. വളരെ വലിയ മനസ്സിനുടമയാണ് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. സോളോ ട്രാവൽ ക്യാമ്പിംഗ് KL 14. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുക. സോളോ ട്രാവൽ ക്യാമ്പിംഗ് KL 14. അതാണ് എൻ്റെ യൂട്യൂബ് ചാനൽ നെയിം. അപ്പോൾ ഞാൻ കാസർഗോഡാണ്. ഇദ്ദേഹം കേരളമല്ല ഇന്ത്യ ഒട്ടക്ക് യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇദ്ദേഹം നമ്മുടെ ഈ വയനാട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇദ്ദേഹത്തിന് ഇവിടുന്ന് ഒരുപാട് വീഡിയോസ് ചെയ്യണമെന്നൊരു ആഗ്രഹം പറഞ്ഞു. നമ്മുടെ പണിക്കാരൻ യൂട്യൂബർ ആണ് ക്യാമറ ചെയ്യുന്നത്. ഇവിടെ ഉണ്ട് കേട്ടോ. ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഇന്നലെയൊക്കെ ഇവിടെ ക്യാമ്പ് ചെയ്തിട്ട് പുലിയും കടുവയൊക്കെ ഉള്ളിടത്തിലാണ് ഇവിടെ ക്യാമ്പ് ചെയ്തത്. അപ്പോൾ നമ്മുടെ പണിക്കാരൻ നമ്മുടെ നൗഷുവിൻ്റെ അടുത്ത് വിശേഷം ഒന്ന് ചോദിച്ചോട്ടെ. ഇന്നലത്തെ ക്യാമ്പിങ്ങിനെ പറ്റിയിട്ട് ഞാനൊന്ന് ചോദിച്ചോട്ടെ കേട്ടോ. സംഭവം എന്താണ് സ്ഥിതി എന്ന് പറയാം. നൗഷു, എന്തൊക്കെയാണ് സ്ഥിതി? ഇന്നലെ നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് തകർത്തോ? It's never, ever, 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 ever gonna happen. I don't think so. No, 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 no. I don't think so. No, 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 no. It's never, ever, 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 ever gonna happen. I don't think so. No, 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 no. Maybe someday you'll have it your way. Maybe someday it'll all work out. Until then, nope. A nope. A nope. A nope. Definitely nope. A nope. Nope. A nope. Probably never, ever, 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 ever gonna happen. Oh no. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഇന്നലത്തെ ക്യാമ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടാളും ഈ മലേന്റെ മുകളിൽ ക്യാമ്പ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതേ ലഗേജൊക്കെ കണ്ടോ നമ്മുടെ സാധനങ്ങളാണ്. പിന്നെ ക്യാമ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ വേറെ പ്രത്യേകം പറയണം. ഇവൻ രാത്രി ഞങ്ങള് എല്ലാം ഭക്ഷണമൊക്കെ വെച്ച് കിടന്നുറങ്ങി രാത്രി ഒരു 2 മണിയായപ്പോ ഇവരെ കാണില്ല. നമ്മൾ ആശാന്റെ അതേ കളി. ഞാൻ എന്നിട്ട് ഇവനെ വിളിക്കുക, നോക്കുമ്പോ ടോർച്ച് കൊടുത്ത് ഈ മലയിൽ കൂടെ നടക്കുന്നതാ. ഈ കടുവയും പുലിയൊക്കെ ഉള്ള സ്ഥലത്ത് കൂടെയാണോ ഇറങ്ങി നടക്കുന്നത്? പുലിയും കടുവയും കൂടി ഫൈറ്റ് ടിവിയിലൊക്കെ കണ്ടില്ല, ഫൈറ്റ് നടത്തിയ സ്ഥലമാണ്.
ഇവരോട് ഞാനത് വന്നപ്പോ പറഞ്ഞു പുലിനെ എനിക്ക് വിഷ്വൽ എടുക്കണം ഇപ്പൊ പുലിനെ തെരഞ്ഞു പോയതാ രാത്രി. പുലിയും കടുവയൊക്കെ ഉള്ള സ്ഥലത്താണല്ലേ, നല്ല സ്ഥലത്താണ് എന്തായാലും ക്യാമ്പ് ചെയ്തത്. കാരണം ഞാനൊരു കാര്യം പറയാം, ഞാൻ ഈ ഒരു വയനാട് ജില്ലേനെ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ ഞാൻ 1-2 വീഡിയോ ഞാൻ അവിടെ ഷൂട്ട് ചെയ്തതാണ്. അപ്പൊ ഈ ഡിപ്പെൻഡ് ചെയ്യാനുള്ള മെയിൻ എന്റെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഇവിടുത്തെ മെയിനായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നുള്ളത് വൈൽഡ് ആനിമൽസ്, പിന്നെ ഇവിടുത്തെ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ, പിന്നെ അതുപോലെ തന്നെ കുറെ കൃഷി സ്ഥലങ്ങള്, പിന്നെ ഒരുപാട് ഉണ്ടല്ലോ തടാകങ്ങളും കാര്യങ്ങളെല്ലാം. വയനാട് വന്നിട്ട് നിനക്ക് ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും വർണ്ണിക്കാൻ വാക്കുകളില്ലാത്ത ഒരിതാണ് നമ്മുടെ ഞാൻ പറയുന്നത്. അപ്പൊ ഇന്നലെ 2 മണിക്ക് ഞാൻ പോയതിന്റെ കാരണം എന്തെന്ന് അറിഞ്ഞെങ്കില്, എനിക്കാണെങ്കിൽ എന്തെന്നറിയില്ല, എനിക്ക് പണ്ട് ഭയങ്കരമായിട്ടുള്ള ധൈര്യമുള്ള ആളാണ് ഞാൻ. അപ്പൊ എനിക്ക് പറയാനുണ്ട്, ഞാനിപ്പോ ഈ വയനാട് ജില്ലയിൽ വന്നിട്ട് 2 ദിവസം ക്യാമ്പിന് അടിച്ചതിനെ കുറിച്ചിട്ട് പറയാനുള്ള കാര്യമാണെങ്കിൽ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. അപ്പൊ ഇത്ര പെട്ടെന്ന് ഞാൻ പോകാനുള്ള കാരണം എന്ന് പറഞ്ഞെങ്കിൽ, എനിക്ക് പോയിട്ട് എന്റെ നാട്ടിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങളോട് എനിക്ക് ഒന്നും കൂടി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ള എന്തെന്ന് പറഞ്ഞെങ്കിൽ, നമ്മുടെ ഈ വണ്ടിയും വലയം എന്ന് പറയുന്നത് നമ്മുടെ വയനാട് ജില്ലയിലത്തെ ബ്ലോഗറിന്റെ ഓഡിയൻസ് ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ വീഡിയോ കാണുന്ന ഓഡിയൻസ്, അപ്പൊ മസ്റ്റ് ആയിട്ടും പിന്നെ എൻ്റെ ഒരു കാസർഗോഡ് ജില്ല, അതായത് സോളോ ട്രാവൽ ക്യാമ്പിംഗ് KL 14 എന്ന് പറഞ്ഞ എൻ്റെ ചാനലും കൂടി ഒന്ന് ഈ പാവം മുടിച്ചതിനൊന്ന് സപ്പോർട്ട് ചെയ്ത് തരും എന്നുള്ള ആ വിശ്വാസത്തോടു കൂടിയിട്ട് എൻ്റെ ഈ വാക്കുകൾ ഞാൻ നിർത്തിക്കൊള്ളട്ടെ. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഏതായാലും പോയല്ലേ, അപ്പൊ എനിക്ക് ബസ് കിട്ടണം. ഇതെല്ലാം ഞമ്മക്ക് ശീലമായി, ഒരുപാട് ലഗേജ് കാര്യങ്ങളെല്ലാം കൊണ്ട്. Probably never, ever, 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 ever gonna happen. Oh no. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇദ്ദേഹത്തിനെ ഒന്ന് നമുക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. നമുക്ക് അദ്ദേഹം നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് തരുന്നതാണ്. നമ്മുടെ നൗഷൂനി മറക്കരുത്, പണിക്കാരൻ യൂട്യൂബർ കേട്ടോ. ഓക്കെ,